നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം ഏതു നിമിഷവും ഒരു ഏറ്റുമുട്ടലിന് കാരണമായിരിക്കുമെന്നിരിക്കെ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനവും ആശങ്കയിലാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക നിയോഗിച്ചിട്ടുള്ള വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കന്റെ മൊത്തം മൂല്യം ഏകദേശം 1,00,000 കോടി രൂപയിലധികമാണ്. അതായത് ലോകത്തെ ചില രാജ്യങ്ങളുടെ മൊത്തം GDP-യെ തന്നെ ഇത് കവച്ചു വെക്കും, അല്ലെങ്കിൽ അത് മറികടക്കും. ഈ യുദ്ധക്കപ്പലിനെ കൊച്ചു ഡ്രോൺ കൂട്ടത്തെ വെച്ച് ഇറാൻ കടലിൽ മുക്കിയാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി അത് മാറും. അമേരിക്ക ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് USS എബ്രഹാം ലിങ്കൺ. 330 മീറ്ററിലധികം നീളവും ഏകദേശം 1,00,000 ടൺ ഭാരവും വഹിക്കാൻ ശേഷിയുള്ള ഇത് കടലിൽ ഒരു സ്വതന്ത്ര അമേരിക്കൻ പ്രദേശമായാണ് നിലനിൽക്കുന്നത്. എബ്രഹാം ലിങ്കന്റെ ആകെ കണക്കാക്കിയ മൂല്യം മാലിദ്വീപിന്റെ മൊത്തം GDP-യേക്കാൾ കൂടുതലാണ്. ദ്വീപ് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഏകദേശം $7.5 ബില്യൺ ആണ്. ഇത് ഈ ഒരൊറ്റ അമേരിക്കൻ കപ്പലിനേക്കാൾ വളരെ കുറവാണ് എന്നതും നാം അറിയണം. ഏകദേശം $6.3 ബില്യൺ GDP ഉള്ള ഫിജിയുടെ സമ്പദ് വ്യവസ്ഥയും ഈ വിമാനവാഹിനി കപ്പൽ മറികടക്കുന്നുണ്ട്. ഈ ഒരു കപ്പലിലെ സമ്പത്തിന്റെ കേന്ദ്രീകരണം മുഴുവൻ പസഫിക് രാജ്യത്തിന്റെയും വാർഷിക വരുമാനത്തെക്കാൾ എത്രയോ കൂടുതലാണ്. മറ്റൊരു രാജ്യമായ ഭൂട്ടാന്റെ GDP-യുടെ ഏതാണ്ട് 5 ഇരട്ടിയാണ് എബ്രഹാം ലിങ്കന്റെ മൂല്യം. ഇത് ഏകദേശം $3.1 ബില്യൺ ആയി കണക്കാക്കപ്പെടുന്നു. ഈ ഹിമാലയൻ രാജ്യത്തിന്റെ 5 വർഷത്തെ സാമ്പത്തിക ഉൽപാദനത്തെക്കാൾ കൂടുതൽ സാമ്പത്തിക ഭാരം ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ വഹിക്കുന്നു എന്നത് വ്യക്തമാണ്. അമേരിക്കയുടെ ഈ ഭീമൻ കപ്പലിന്റെ നടത്തിപ്പ് ചിലവേറിയതാണ്. ഇതിന് ഒരു ദിവസം ഏകദേശം $2.5 മില്യൺ ആണ് ചിലവ് വരുന്നത്. അതായത് ഈ പൊങ്ങിക്കിടക്കുന്ന നഗരത്തെ കടലിൽ പ്രവർത്തിപ്പിക്കാൻ അമേരിക്കൻ നാവികസേന പ്രതിദിനം ഏകദേശം 21 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. 2 A4W ആണവ റിയാക്ടറുകൾ കപ്പലിന് ഊർജം പകരുന്നത്. ഇത് ഇന്ധനം നിറയ്ക്കാതെ 20 വർഷം കപ്പലിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നതാണ്. ഈ ആണവ പ്രൊപ്പൽഷൻ സിസ്റ്റം ഒരു വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമാണ് എന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല. ചെലവുകൾ ഇങ്ങനെ അമ്പരപ്പിക്കുന്നത് ആണെങ്കിലും USS എബ്രഹാം ലിങ്കനെ വിലമതിക്കാനാവാത്ത ഒരു നയതന്ത്ര ഉപകരണമായിട്ടാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ലോകത്തെവിടെയും ശക്തി പ്രദർശിപ്പിക്കാനുള്ള ഈ കപ്പലിന്റെ കഴിവ് പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ വിരട്ടൽ തങ്ങളോട് വേണ്ട എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അവർ അമേരിക്കയുടെ സകല അഹങ്കാരവും തീർത്തു കൊടുത്തിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും ശക്തിക്ക് മുന്നിൽ തന്ത്രപരമായ പ്രതിരോധവും കടന്നാക്രമണവുമാണ് ഇറാൻ പദ്ധതി ചെയ്യുന്നത്. ഗുഹകളിലും ഭൂഗർഭങ്ങളിലും വിദൂര പർവ്വത നിരകളിലും ഒളിപ്പിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധശേഖരം ഉപയോഗിച്ച് ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനം. അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ മാത്രമല്ല, ഗൾഫിന്റെ അറേബ്യൻ ഭാഗത്തും പ്രത്യേകിച്ച് ബഹ്റൈനിലും ഖത്തറിലും ഉൾപ്പെടെയുള്ള അമേരിക്കൻ താവളങ്ങളും സൗകര്യങ്ങളും ലക്ഷ്യമിടാൻ ഇറാൻ എളുപ്പത്തിൽ കഴിയും. 2019 സൗദി അരാംകോയുടെ പെട്രോ കെമിക്കൽ സൗകര്യങ്ങൾക്ക് നേരെയുണ്ടായ വിനാശകരമായ മിസൈൽ ഡ്രോൺ ആക്രമണം ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള ഒരു മിലീഷ്യയുടേതായിരുന്നു. അമേരിക്കൻ പ്രതിരോധ കോട്ട കെട്ടിക്കാത്തിട്ടും ഇറാൻ മിസൈലുകൾക്ക് സൗദിയിൽ ലക്ഷ്യം തെറ്റിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയുടെ ഏതൊരു സൈനിക നടപടിയും തങ്ങൾക്ക് നേരെയുള്ള തിരിച്ചടിയാകുമെന്നാണ് ഗൾഫ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അവർ അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ ഹോർമുസ് കടലെടുക്ക് ഒരു നിർണായക ചോക്ക് പോയിന്റ് ആണ്. ലോകത്തിലെ LNG കയറ്റുമതിയുടെ ഏകദേശം 20% എണ്ണയുടെ എണ്ണ ഉൽപാദനങ്ങളുടെയും 20 മുതൽ 25% എല്ലാ വർഷവും ഈ കടലെടുക്ക് വഴിയാണ് കടന്നു പോകുന്നത്. അമേരിക്കൻ ആക്രമണം മുന്നിൽ കണ്ട് കടലിൽ മൈനുകൾ വേഗത്തിൽ സ്ഥാപിക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ ഇറാൻ നടത്തിയിട്ടുണ്ട്. ഇതും ആശങ്കപ്പെടുത്തുന്ന ഒരു മൂവ്മെന്റ് ആണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ നേരിടുന്ന പ്രധാന ഭീഷണി ഇറാനിൽ നിന്നുമുള്ള കൂട്ട ആക്രമണമാണ് എന്നതൊരു സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒറ്റ ലക്ഷ്യത്തിലേക്കോ ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്കോ ഇറാൻ ഒരേ സമയം ഉയർന്ന സ്ഫോടക ശേഷിയുള്ള ഡ്രോണുകളും വേഗതയേറിയ ടോർപിഡോ ബോട്ടുകളും മിസൈലുകളും കൂട്ടത്തോടെ വിക്ഷേപിച്ചാൽ അത് അമേരിക്കൻ നാവികസേനയുടെ ശക്തമായ ക്ലോസ് ഇൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയിടാൻ കഴിയില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ നാവിക സംഘങ്ങളുടെയും അവരുടെ പരിശീലനത്തിന്റെ ഭൂരിഭാഗവും
പാരമ്പര്യ ഇതര യുദ്ധത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതും അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ്. ഒരു അമേരിക്കൻ യുദ്ധക്കപ്പൽ മുങ്ങുക, അതിലുള്ള ആയിരക്കണക്കിന് സൈനികരും ജീവനക്കാരും കൊല്ലപ്പെടുക, ആയുധങ്ങൾ നശിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കേട്ടാൽ ആ സാഹചര്യം അസംഭവ്യമാണ് എന്ന് തോന്നാമെങ്കിലും ഒന്നും അസാധ്യമല്ല എന്നതാണ് വാസ്തവവും. 2000-ൽ ഏതൻ തുറമുഖത്ത് നടന്ന ഒരു ചാവേർ ആക്രമണത്തിൽ $1 ബില്യൺ വിലയുള്ള നശീകരണ കപ്പലായ USS കോളാണ് തകർന്നു കടലിൽ മുങ്ങിപ്പോയത്. ഈ സംഭവത്തിൽ 17 അമേരിക്കൻ നാവികരാണ് അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. അതിനു മുമ്പ് 1987-ൽ ഇറാഖി ഒരു ജെറ്റ് പൈലറ്റ് അമേരിക്കയുടെ മറ്റൊരു യുദ്ധക്കപ്പലായ USS സ്റ്റാർക്കിന് നേരെ 2 എക്സോസെറ്റ് മിസൈലുകൾ അബദ്ധത്തിൽ തൊടുത്തുവിട്ടു. ഇതുമൂലം 37 നാവികരും കൊല്ലപ്പെട്ടു. ഈ സംഭവം ഇവിടെയൊന്നും കൊണ്ട് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സിസ്റ്റം ഫലപ്രദമായി പ്രവർത്തിച്ചിട്ടില്ല എന്നത് ആര് മറന്നാലും അമേരിക്ക മറക്കാൻ പാടില്ല. പോരാട്ടത്തിന്റെ ലഹരിയിൽ കാണുന്ന ജനതയാണ് ഇറാൻ ജനത. അതായത് ആ പേർഷ്യൻ കരുത്ത് വല്ലാത്തൊരു കരുത്ത് തന്നെയാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രവും ഇറാനാണ്. ഏകദേശം 93 ദശലക്ഷം പേരാണ് ഇറാനിലുള്ളത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താമെന്ന് അമേരിക്കയുടെ സ്വപ്നം മാത്രമായാണ് അവശേഷിക്കാൻ സാധ്യത. ഇറാൻ ഭരണ നേതൃത്വത്തെ തീർക്കാൻ വരുന്നവർ സ്വയം കുഴിച്ച കുഴിയിൽ വീഴാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും ഇതുതന്നെയാണ്.